എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇൻട്രോ ഇങ്ങനെ എടുക്കാൻ സാധിച്ചുള്ളൂ. ഫൈനൽ തുടങ്ങിയപ്പോഴാണ് നമുക്ക് മത്സരത്തിന് പോകാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് വള്ളംകളി വിശേഷത്തിലേക്ക് പോകാം. 9 ചുണ്ടൻ വള്ളങ്ങൾ മാറ്റുരച്ച ചാമ്പ്യൻസ് ബോട്ട് ലീഗിൻ്റെ 2ാം സീസൺ 4ാം മത്സരത്തിൽ പിറവത്തെ ജലരാജാവായി വിയാപുരം ചുണ്ടൻ. കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ്ബാണ് വള്ളം തുഴഞ്ഞത്. ജലരാജാവ് പട്ടം വിയാപുരം ചുണ്ടൻ നേടിയപ്പോൾ പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ മേൽപ്പാടം 2ാമതെത്തി. ഒന്നും പറയാനില്ല, ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. കണ്ടുനിന്ന കാണികൾക്ക് കുളിർമയേകുന്നതും കോരിത്തെരിച്ചതുമായ ഒരു വലിയ പോരാട്ടം തന്നെയായിരുന്നു അത്. പുന്നമട ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ നടുഭാഗം ചുണ്ടനാണ് 3ാം സ്ഥാനം നേടിയത്. ഇരുട്ടുകുത്തി ബി ഗ്രേഡ് മത്സരത്തിൽ ആർ.കെ. ടീം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ താണിയാൻ 1ാമതെത്തി. അത് പിറവത്തിൻ്റെ ഒന്നടങ്കമുള്ള അഭിമാന നിമിഷമായിരുന്നു. പിറവം ബോട്ട് ക്ലബിൻ്റെ സെൻറ്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 2ാമതെത്തി. അതും പിറവത്തിൻ്റെ അഭിമാന നിമിഷത്തിൽ ഒന്നായിരുന്നു. വെള്ളൂർ ബോട്ട് ക്ലബിൻ്റെ സെൻറ്റ് ആൻ്റണീസ് 3ാം സ്ഥാനം നേടി. എല്ലാവരും ഒന്നടങ്കം അണിനിരന്ന് ആഘോഷിച്ചതും ആഹ്ലാദിച്ചതുമായ സംഭവമായിരുന്നു അത്. എന്തായാലും നിൽക്കാൻ തന്നെ സ്ഥലം കിട്ടിയത് വലിയൊരു അനുഗ്രഹമായിരുന്നു. കാണാൻ പറ്റുമെന്ന് തന്നെ വിചാരിച്ചതല്ല, പക്ഷെ ഫൈനൽ തുടങ്ങിയപ്പോഴാണ് നമുക്കവിടെ ചെല്ലാൻ തന്നെ സാധിച്ചത്. എന്തായാലും ചെന്നപ്പോൾ കണ്ടത് അടിപൊളി കാഴ്ച തന്നെ. ഫൈനൽ അതാണല്ലോ നമുക്ക് കാണേണ്ടത്. പറമ്പിലും പുഴയിലും ഒക്കെ മുഴുവൻ ആളുകളായിരുന്നു. അതിൻ്റെ ഇടയിൽ ഫയർഫോഴ്സ് ടീം വന്ന് ഒരു കമ്പ് ഒഴുകി വന്നത് മാറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വളരെയധികം സഹകരണമായിരുന്നു. എല്ലാ കാര്യത്തിലും ഭയങ്കര സഹകരണമായിരുന്നു. ആഘോഷങ്ങളും ആർപ്പുവിളികളും കൂവലും പാട്ടും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വള്ളം കളി നേരിട്ട് കാണുന്നത്. നമ്മൾ സാധാരണ ടി വിയിൽ കാണുന്നുണ്ട്, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനു മുമ്പും പിറവത്ത് വള്ളംകളി വെച്ചു, അപ്പോൾ ഒക്കെ ഞാൻ ടി വിയിൽ കണ്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് ലൈഫിൽ ആദ്യമായിട്ടാണ്. പക്ഷെ നമ്മൾ ശരിക്കും നേരിട്ട് കാണുന്നതും ടി വി കാണുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് എനിക്കത് കണ്ടപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. ഇവർ ഫൈനലിന് വേണ്ടിയിട്ട് അങ്ങോട്ട് തുഴഞ്ഞു പോണതാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വള്ളത്തിൻ്റെ പേര് കാര്യങ്ങളൊന്നും അന്നേരം നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അന്നേരം ആ ഒരു വള്ളം കളി കാണാനുള്ള ആവേശമായിരുന്നു നമ്മുടെ മനസ്സിലും ഒക്കെ. പിന്നെ ഒത്തിരി ആളുകൾ, തിരക്ക്, ബഹളം, ശരിക്കും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിക്കും ഇവർ ജയിക്കും അവർ ജയിക്കുന്നു, പക്ഷേ ആ എത്തുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്തിന് മുമ്പ് എങ്ങനെയാണോ മാറി മറയുന്നതെന്ന് ഒരു പിടുത്തമില്ല. എല്ലാം പെട്ടെന്നായിരിക്കും, വളരെ പെട്ടെന്ന് സെക്കൻഡുകളുടെ വ്യത്യാസത്തിലായിരിക്കും വിജയി എത്തുന്നത് തന്നെ. ചടങ്ങിൻ്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ വള്ളംകളി മത്സരം ഓൺലൈനിൽ നിർവഹിച്ചു. മന്ത്രി മുഹമ്മദ് റിയാസ് സന്ദേശം നൽകി. അനൂപ് ജേക്കബ് MLA അധ്യക്ഷനായി. കളക്ടർ ജി പ്രിയങ്ക മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബ് സ്വാഗതം ആശംസിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ജൂലി ചേച്ചി പ്രസംഗം തുടങ്ങി. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത മത്സരം നടന്ന് ഇടയ്ക്കിടയ്ക്കാണ് ഓരോ ആളുകളും പ്രസംഗിക്കുന്നത്. പിന്നെ കുറച്ച് ഗ്യാപ്പുകൾ വന്നു. അവർ ഇവിടുന്ന് അങ്ങോട്ടേക്ക് മത്സരത്തിന് വേണ്ടിയിട്ടും സെമിക്ക് വേണ്ടിയിട്ടും ഒക്കെ അങ്ങോട്ട് പോകാനുള്ളൊരു ഗ്യാപ്പൊക്കെ ഉണ്ടല്ലോ. ആ ഒരു സമയത്തായിരുന്നു ഓരോ ആളുകളുടെയും പ്രസംഗവും കാര്യങ്ങളൊക്കെ. എന്തായാലും ഈ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിച്ചറിയേണ്ട എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. നഗരസഭ വൈസ് ചെയർമാൻ KP സലീം വള്ളംകളി മാസ്റ്ററിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. നടൻ ലാലു അലക്സ്, MJ ജേക്കബ്, അഡ്വക്കേറ്റ് KN സുഗതൻ, K ചന്ദ്രശേഖരൻ, സീത എൽദോസ്, അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ, ഷൈനി ഇലിയാസ്, ഡോക്ടർ അജേഷ് മനോഹർ, തോമസ് മല്ലിപ്പുറം, രാജു പാണാലിക്കൽ, P ഗിരീഷ് കുമാർ, PK പ്രസാദ്, CK പ്രകാശ്, സോമൻ വലയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇവരെല്ലാവരുടെയും പേര് ഞാൻ എഴുതിയെടുത്തിട്ടാണ് പറയുന്നത്. അതുകൊണ്ടിട്ടാണ് ഇടയ്ക്ക് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നത്. കാരണം നമുക്ക് എല്ലാവരുടെ പേര് പറയുകയും ചെയ്യണം, എന്നായിട്ട് ക്ലിയറായിട്ട് കിട്ടുകയും വേണ്ടേ. അതുകൊണ്ടിട്ടാണ് കേട്ടോ ചെറിയൊരു മിസ്റ്റേക്ക് വന്നത്. അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. ശരിക്കും വള്ളംകളി നടന്ന സമയത്തൊക്കെ അവിടെ നിറയെ ആളുകളായിരുന്നു. ഞാനാണെങ്കിൽ ആ സ്ഥലത്തുണ്ടായിരുന്നില്ല, ഞാൻ പള്ളിയിൽ പോയേക്കുമായിരുന്നു. കോതങ്കലം പള്ളി പോയോണ്ടിട്ട് തന്നെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കുമാണ് ഈ സംഭവങ്ങളെല്ലാം തുടങ്ങിയത്. ഞങ്ങൾ വന്നപ്പോൾ ഒക്കെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തുടങ്ങിയ പ്രോഗ്രാമിൻ്റെ അപ്ഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓരോരുത്തരെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
അപ്പോൾ ഫൈനൽ എത്തി എന്ന് പറഞ്ഞപ്പോൾ നേരെ വീട്ടിൽ വരണം എന്ന് വിചാരിച്ചിട്ടാണ്, വീട്ടിൽ വന്നിട്ട് പോകണം എന്ന് ഓർത്തത്. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ പിന്നെ വീട്ടിൽ വരാതെ നമ്മൾ നേരെ പ്രോഗ്രാമിന് തന്നെ കയറിയത്. അപ്പോഴാണ് ഫൈനൽ. അല്ലെങ്കിൽ ഇത് ശരിക്കും മിസ്സായി പോയേനെ. ശരിക്കും മിസ്സായി പോയിരുന്നെങ്കിൽ തന്നെ നമ്മുടെ ലൈഫിൽ, എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നൊരു കാര്യത്തിലൊന്നായനിത്. അവർ വാശിയോടെ ആ വള്ളം തുഴയുമ്പോൾ ശരിക്കും കണ്ടു നിൽക്കുന്ന നമ്മുടെ മനസ്സിലും എന്തൊരു ആഹ്ലാദവും വാശിയായിരിക്കും എന്നറിയോ. ശരിക്കും ഭയങ്കരമായിട്ട് ആഹ്ലാദിച്ച ഒരു സമയം, ആഘോഷിച്ച സമയമായിരുന്നു കേട്ടോ. ആ ജയിച്ച് കയറുന്ന ആ ഒരു സമയം, അത്രയും അതിന് തൊട്ട് മുമ്പ് വരെ നമ്മുടെ ശ്വാസം അടക്കി പിടിച്ചായിരിക്കും നമ്മളത് കാണുന്നത്. ആര് ജയിക്കും എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആകാംക്ഷ നമുക്കുണ്ടായിരുന്നു. അടുത്ത സെറ്റും തുടങ്ങിയേക്കാണ് കേട്ടോ. ശരിക്കും അവിടുന്ന് വരുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ ജയിക്കും എന്ന് നമ്മൾ ഇവിടെ നിന്നേ ഞങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ പ്രവചനങ്ങൾക്ക് അതീതമായിട്ടായിരിക്കും അവസാനം വിജയി എത്തുന്നത്. EMS കെ കരുണാകരൻ, TM ജേക്കബ്, ഉമാദേവി അന്തർജനം എന്നിവരുടെ സ്മാരക ട്രോഫികൾ വിജയികൾക്ക് നൽകി. ചടങ്ങ് അവസാനിച്ചു. ആരവങ്ങളാലും ആർപ്പുവിളികളാലും കൊടുമ്പിരി കൊണ്ട പിറവം അങ്ങനെ ശാന്തമായി. എല്ലാം കഴിഞ്ഞ് സമ്മാനദാനം കാണാനായിട്ട് ഞങ്ങൾ നിന്നില്ല. കാരണം പാത്തു ഉണ്ടായിരുന്നു. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പള്ളിയിലേക്കും അങ്ങനെ കറങ്ങി നടക്കാനായിട്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി സമയം നിൽക്കാൻ പറ്റിയില്ല. ട്രോഫി കൊടുക്കുന്ന മൊമെൻറ്റ്സ് ഒന്നും നമുക്ക് ക്യാച്ച് ചെയ്യാനും പറ്റിയിട്ടില്ല. കാരണം നമ്മളിങ്ങനെ പോകുന്നു. ഇതാണ് ശരിക്കും ലാസ്റ്റ് കേട്ടോ. ഇതാണ് ലാസ്റ്റ് ഫൈനൽ മത്സരമാണ് കേട്ടോ. ശരിക്കും നമ്മളോർക്കും മഞ്ഞ ജയിക്കുന്നത്. മഞ്ഞ എന്നുദ്ദേശിച്ചത് വിയാപുരം ആയിരുന്നു. അല്ല കേട്ടോ, മഞ്ഞ വിയാപുരം അല്ല, മേൽപ്പാടം ചുണ്ടൻ. പക്ഷേ ജയിച്ചത് വിയാപുരം ആയിരുന്നു കേട്ടോ. ആദ്യം ഞങ്ങൾ ശരിക്കും, നമുക്ക് അന്നേരം പേരൊന്നും അറിയില്ലല്ലോ. അന്നേരം നമ്മൾ കളർ നോക്കിയാണ്, മഞ്ഞ, പച്ച, നീല, അങ്ങനെ കളർ നോക്കിയാണല്ലോ പറയണേ. എന്തായാലും സംഭവം ഉഗ്രനായിരുന്നു കേട്ടോ. എല്ലാം കൊണ്ടും അടിപൊളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ.